ഹായ് ഓൾ, വെൽക്കം ടു PSC ബുക്ക് ഷെൽഫ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക്കിലെ കുറിച്യർ കലാപവും അതുപോലെ തന്നെ കുണ്ടറ വിളംബരവുമാണ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു പഴശ്ശി വിപ്ലവത്തെ പറ്റി. അതിൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗത്തെ പറ്റിയും ആദിവാസി വിഭാഗത്തിന്റെ നേതാവിനെ പറ്റിയും ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ക്ലാസ് പോയി കാണണം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. കുറിച്യർ കലാപം. ആക്ച്വലി രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് ശേഷം, പഴശ്ശിയുടെ നിര്യാണത്തിന് ശേഷം ഈ പറയുന്ന വയനാട് എന്ന് പറയുന്നത് പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് എത്തി. അപ്പം വയനാട്ടിലെ പ്രധാനമായും ഒരു ആദിവാസി വിഭാഗമാണ് കുറിച്യർ വിഭാഗം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഈ ആദിവാസി വിഭാഗത്തിനെ അടിച്ചമർത്തിയില്ല എങ്കിൽ നമുക്കിവിടെ ശാശ്വതമായ ഒരു ഭരണം നടത്താനോ ഇവിടുത്തെ വ്യാപാരം കൈക്കലാക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരുടെ കുറച്ച് നയങ്ങളൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങി. അധിക നികുതി ചുമത്താൻ തുടങ്ങി. അതുപോലെ തന്നെ നികുതി എന്ന് പറയുന്നത് പണമായി നൽകണമെന്ന് പറഞ്ഞു. നികുതി അടയ്ക്കാൻ കഴിയാതെ വരുന്നവർക്ക് കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുക, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദിവാസി വിഭാഗത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവർ വിപ്ലവത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. അതാണ് കുറിച്യർ കലാപം എന്നറിയപ്പെടുന്നത്. കുറിച്യർ കലാപം 1812 നടക്കുന്നത്. ബ്രിട്ടീഷുകാർ അധികമായി നികുതി ചുമത്തി എന്നതിലുപരി ഈ പറയുന്ന പഴശ്ശിരാജ ആയിരുന്ന സമയത്ത് ആദിവാസി വിഭാഗത്തിൽ അവർ കൃഷി ചെയ്യുന്നു. അതിനുശേഷം അവർ നികുതിയായി നൽകിയിരുന്നത് ആ കൃഷിവിള തന്നെയായിരുന്നു അവർ നികുതിയായി പഴശ്ശിരാജയ്ക്ക് കണ്ടുകാഴ്ചയായി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ കൃഷിയില് കിട്ടുന്ന വിളവിന്റെ ഒരു ഭാഗം പഴശ്ശിരാജയ്ക്ക് നൽകുകയും മറ്റു ഭാഗം അവർ കമ്പോളത്തിൽ വിൽക്കുകയുമാണ് ചെയ്തിരുന്നത്. അതേസമയം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കിയതോടുകൂടി അവർ പുതിയ നിയമം കൊണ്ടുവന്നു, ഇനി ഞങ്ങൾക്ക് നികുതി പണമായി നൽകണമെന്ന്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന ആദിവാസി വിഭാഗക്കാര് കൃഷിയൊക്കെ ചെയ്ത് അവരവരുടെ വിളവുകളൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോഴും കമ്പോളത്തിൽ കൊണ്ട് വിൽക്കാമെന്ന് വിചാരിച്ചാലോ, അത് വാങ്ങാൻ വരുന്നതും ഈ ബ്രിട്ടീഷുകാർ തന്നെയല്ലേ. അവരെന്ത് ചെയ്യും? കുറച്ച് വില മാത്രമേ നൽകുകയുള്ളൂ. ആ തുച്ഛമായ വിലയുടെ ഒരു ഭാഗം അവർ വീണ്ടും നികുതിയായി ബ്രിട്ടീഷുകാർക്ക് തന്നെ നൽകേണ്ടിയും വന്നു. അതെന്തായാലും ഈ പറയുന്ന ആദിവാസി വിഭാഗത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ. അങ്ങനെയാണ് അവർ വിപ്ലവത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ പറയുന്ന കുറിച്യർ കലാപത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ്. ജസ്റ്റ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ പോയിന്റ്സും PDF ആയിട്ട് തന്നെ ഓൾറെഡി ഇതിലുണ്ട്. നമ്മളിപ്പോ ജസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ എന്താണ് പറഞ്ഞത്? കുറിച്യർ കലാപം. കുറിച്യർ കലാപത്തിന്റെ നേതൃത്വം നൽകിയത് ആരാണ്? ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള രാമൻ നമ്പിയാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഓൾറെഡി നമ്മൾ നികുതി പരിഷ്കാരങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഈ നികുതി പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നത് അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ തോമസ് വാർഡൻ എന്ന വ്യക്തിയാണ്. പിന്നെ ഈ ബ്രിട്ടീഷുകാര് നികുതി സമ്പ്രദായം പരിഷ്കരിച്ചത് കൂടാതെ വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്ന ഒരു കൃഷി സമ്പ്രദായം ഉണ്ടായിരുന്നു. വെട്ടിച്ചുട്ട് കൃഷി വേറൊന്നുമില്ല. വെട്ടിച്ചുട്ട് കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വനത്തില് കൃഷി ചെയ്യുക, അതായത് വനം വെട്ടി അവിടെ കൃഷി ചെയ്യുക. വനം വെട്ടി നശിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല, അവരുടെ കൃഷിക്ക് യോഗ്യമാക്കി എടുക്കുന്നു. അതാണ് വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്നത്. ഈ വെട്ടിച്ചുട്ട് കൃഷി ബ്രിട്ടീഷുകാർ നിർത്തലാക്കുകയും ചെയ്തു. ആദിവാസി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കൃഷിഭൂമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർ ജീവിക്കുന്നത് എവിടെയാണ്? വനത്തിലാണ്. അപ്പൊ ഈ വെട്ടിച്ചുട്ട് കൃഷി നിർത്തലാക്കുകയും ചെയ്തപ്പോൾ ആദിവാസികൾക്ക് അവരുടെ നിത്യ ആവശ്യങ്ങൾക്കുള്ള, അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഐറ്റംസ് പോലും കൃഷി ചെയ്യാനുള്ള ഒരു അവസ്ഥയില്ലാതെയായി. അതും ഈ പറയുന്ന കലാപത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ആദിവാസികൾ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു. ബട്ട് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ വളരെ ശക്തരായിരുന്നു. ആദ്യമൊക്കെ ബ്രിട്ടീഷുകാരെ ചെറുതായൊക്കെ ചെറുത്തു നിന്നുള്ളെങ്കിലും ഇവരെ അത്ര പെട്ടെന്നൊന്നും അടിച്ചമർത്താൻ സാധിക്കില്ല എന്ന് കണ്ട ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? മൈസൂരിൽ നിന്നും ഒരു സ്പെഷ്യൽ സൈനികരെ തന്നെ ഇറക്കുകയും ഇവരെ അടിച്ചമർത്തുകയുമാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കുറിച്യർ കലാപത്തില് കുറിച്യർ ഉന്നയിച്ച ഒരു മുദ്രാവാക്യമുണ്ട്: വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെന്ന് പറയുന്ന ആരാണ്? ബ്രിട്ടീഷുകാരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ബ്രിട്ടീഷുകാരുടെ എല്ലാ പിക്ചറിലും അവരൊരു വട്ടത്തിലൊരു തൊപ്പി വെച്ചേക്കണ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെയാണ് അവരൊരു മുദ്രാവാക്യവും ഇറക്കി വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക.
ഇനി നമുക്ക് ജസ്റ്റ് പോയിന്റ്സ് ഓരോന്നായിട്ട് നോക്കാം. കുറിച്യർ കലാപം നടന്ന വർഷം ഓൾറെഡി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 1812 മാർച്ച് 25 ഡേറ്റ് ഉൾപ്പെടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. 1812 മാർച്ച് 25 കുറിച്യർ കലാപം നടന്നത്. അതിനുള്ള ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വയനാട് പിടിച്ചെടുത്തതോടു കൂടിയാണ് കുറിച്യർ കലാപത്തിന് കാരണമായത് എന്ന്. അപ്പം ഈ കുറിച്യർ കലാപം നടന്ന എവിടെയാണ്? ഇന്ന് കാണുന്ന വയനാട്ടിലാണ് കുറിച്യർ കലാപം നടന്നത്. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് ഈ കുറിച്യർ കലാപം എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതും അവസാനത്തേതുമായ ഗിരിവർഗ കലാപമാണ്. അതായത് എന്താണ് കുറിച്യർ കലാപം എന്ന് പറയുന്നത്? ആദ്യത്തേതും അവസാനത്തേതുമായി, അതായത് സൗത്ത് ഇന്ത്യയിലെ ഏക ഗിരിവർഗ കലാപമാണ്. എന്താണ്? ഏക ഗിരിവർഗ കലാപമാണ്. ഓക്കെ, കലാപത്തിന് നേതൃത്വം നൽകി ഓൾറെഡി പറഞ്ഞു, രാമൻ നമ്പിയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. പല ടെക്സ്റ്റുകളിലും കാണുന്നു രാമൻ നമ്പി എന്നും കാണുന്നുണ്ട്, ചേർത്തെഴുതുന്ന രാമൻ നമ്പി എന്ന് കാണുന്നു. രണ്ടും ഒരാൾ തന്നെയാണ്. കുറിച്യർ കലാപത്തിന് കുറിച്യരെ കൂടാതെ കുറുമ്പർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗവും കൂടി ഉണ്ടായിരുന്നു. അതായത് വയനാടൻ കാടുകളിലെല്ലാം രണ്ട് ആദിവാസി വിഭാഗങ്ങളാണ് ഉള്ളത്, കുറിച്യർ വിഭാഗവും കുറുമ്പർ വിഭാഗവും. കുറിച്യർ കലാപത്തിന് കുറിച്യര് മാത്രമായിരുന്നില്ല, കുറുമ്പർ വിഭാഗവും കലാപത്തിന് ഇറങ്ങിയിരുന്നു. കാരണങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബ്രിട്ടീഷുകാരുടെ അധിക നികുതിയും അതുപോലെ തന്നെ അവർ ഈ നികുതി എന്താക്കാൻ അധിക നികുതിയും അതുപോലെ തന്നെ നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിതരാവുകയും നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നെ വട്ടച്ചൊട്ട് കൃഷി നിർത്തലാക്കി. ഇത്രയുമാണ് കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങളായി പറയുന്നത്. ഓക്കെ, ഇനി ഈ നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ അത് നമ്മൾ പറഞ്ഞതാണ് തോമസ് വാർഡനാണ്. നികുതി അതായത് ഈ പറയുന്ന നികുതി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡനാണ്. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം എന്താണെന്നും പറഞ്ഞു, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഇനി ബ്രിട്ടീഷുകാര് മൈസൂരിൽ നിന്നും സ്പെഷ്യൽ സൈന്യത്തെ വെച്ചാണ് കുറിച്യർ കലാപം അടിച്ചമർത്തിയതെന്ന് പറഞ്ഞു. കുറിച്യർ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8 കുറിച്യർ കലാപം അടിച്ചമർത്തിയത്. ഇനി ഇതിന്റെ പ്രധാന നേതാവ് രാമൻ നമ്പിയാണെന്ന് പറഞ്ഞു. രാമൻ നമ്പിയെ കൂടാതെ പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, പ്ലാക്ക ചന്തു അതുപോലെ തന്നെയാണെങ്കിൽ ആയിരം വീട്ടിൽ കോന്തപ്പൻ, അതുപോലെ തന്നെ വെൺകോലൻ കേളു, ഈ 3 പേരും കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, അതുപോലെ തന്നെ വെൺകോലൻ കേളു. കേളുവും ഉണ്ടായിരുന്നു, ചന്തുവും ഉണ്ടായിരുന്നു, കോന്തപ്പനും ഉണ്ടായിരുന്നു. രാമൻ നമ്പി നമ്മൾ ഓൾറെഡി തന്നെ പഠിച്ചു കഴിഞ്ഞു. അത് കൂടാതെ ഉള്ളവരാണ് ചന്തുവും കോന്തപ്പനും കേളുവും. ഇതിൽ ചന്തുവിനെയും ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമൻ നമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ മൈസൂരിൽ നിന്നും കൊണ്ടുവന്ന സൈന്യമാണ് ഇവരെ അടിച്ചമർത്തിയതെന്ന്. ആ ഏറ്റുമുട്ടലിൽ അവര് വധിക്കപ്പെട്ടു. എന്നാൽ വെൺകോലൻ കേളു എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം ആ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ തൂക്കിലേറ്റുകയാണ് ചെയ്തത്. ഇനി ഈ പറയുന്ന കുറിച്യർ കലാപം നടന്ന സമയത്ത് അവിടുത്തെ കളക്ടറായിരുന്നു TS ബേബർ. നമ്മൾ ഈ പറയുന്ന പഴശ്ശി വിപ്ലവം നടന്ന സമയത്തും പറഞ്ഞിരുന്നു തലശ്ശേരി കളക്ടറായിരുന്നു TS ബേബർ എന്ന്. ഇവിടെയും ആ സമയത്തെ കളക്ടർ TS ബേബർ തന്നെയാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. അപ്പൊ എന്താണ് മീനിങ്? ഈ പറയുന്ന ആദിവാസി വിഭാഗം ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അത്രമേൽ ചെറുത്ത് നിൽക്കാൻ ട്രൈ ചെയ്തു. അതാണല്ലോ പറയുന്നത്, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഇങ്ങനെ കുറിച്യർ കലാപത്തിനെ പറ്റി അഭിപ്രായപ്പെട്ടത് ആരാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ കോഡ്സ് ആരുടേതാണെന്നുള്ളത്. അന്നത്തെ കളക്ടറായിരുന്നു TS ബേബർ ആണ്. ഇനി കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി. ഇതുവരെയും ചോദിച്ചിട്ടില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി. ഇത്രയുമാണ് നമുക്ക് കുറിച്യർ കലാപത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോക്കാം. കുറിച്യർ കലാപം നടന്ന വർഷം 1812 മാർച്ച് 25 കുറിച്യർ കലാപം നടന്നത് ഇന്ന് കാണുന്ന വയനാട് ജില്ലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപം
ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപമാണ് ഈ പറയുന്ന കുറിച്യർ കലാപം. കലാപത്തിന് നേതൃത്വം കൊടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, രാമൻ നമ്പി ആണ് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കുറിച്യർ കലാപം PSCക്ക് ഒരു വീക്ക്നെസ് ആണ്. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് നടന്ന 10th ലെവൽ എല്ലാ എക്സാമുകളിലും കുറിച്യർ കലാപം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫേസിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കുറിച്യർ കലാപം എന്നൊരു ടോപ്പിക്കിൽ നിന്ന് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. അവരുടെ കാരണങ്ങൾ, അതായത് ഈ കുറിച്യർ കലാപം നടക്കാനുള്ള കാരണങ്ങൾ 4 കാരണങ്ങൾ. ബ്രിട്ടീഷുകാരുടെ നികുതി നയമാണ് പ്രധാനമായും ഉള്ളത്. അതുപോലെ തന്നെ ഒരെണ്ണമാണ് വെട്ടിച്ചുട്ട് കൃഷി അവസാനിപ്പിച്ചു എന്നുള്ളത്. ഇനി നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കുറിച്യർ കലാപത്തിന് എതിരായ നികുതി ഏർപ്പെടുത്തിയ, അല്ലെങ്കിൽ കുറിച്യർ കലാപത്തിന് കാരണമായ നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: വട്ടത്തുപ്പിക്കാരെ നാടുകടത്തുക അല്ലെങ്കിൽ വട്ടത്തുപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ലഹളയാണ്? കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി കുറിച്യർ കലാപം അടിച്ചമർത്തപ്പെട്ടത് 1812 മെയ് മാസം 8-ാം തീയതിയാണ്. അതുപോലെ തന്നെ അന്നത്തെ കളക്ടറായിരുന്ന TH ബേബറിന്റെ ഈ കോട്സ് നമ്മൾ ഓർത്തിരിക്കണം. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഓക്കെ, ഇത്രയുമാണ് കുറിച്യർ കലാപത്തിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് കുണ്ടറ വിളംബരമാണ്. കുണ്ടറ വിളംബരം എന്ന് പറയുമ്പോഴേക്കും ഏകദേശം നമ്മൾ തിരുവിതാംകൂറിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന്റെ മീനിങ് മലബാറിലെ കലാപം അവസാനിച്ചു എന്നല്ല കേട്ടോ. ഏകദേശം ഈ പറയുന്ന കുറിച്യർ കലാപത്തിന്റെ സമയത്ത് തന്നെ തിരുവിതാംകൂറിൽ അരങ്ങേറിയ ഒന്നാണ് കുണ്ടറ വിളംബരം. ഓൾറെഡി നമ്മൾ പറഞ്ഞു കുറിച്യർ കലാപം എന്ന് പറയുന്നത് 1812 നടന്നതെന്ന്. കുണ്ടറ വിളംബരം നടന്നത് 1810 നമ്മൾ കുണ്ടറ വിളംബരത്തെ പറ്റി നോക്കുന്നതിന് തൊട്ട് മുമ്പ് വേലുത്തമ്പി ദളവയെ പറ്റി നോക്കണം. കാരണം എന്താണ്? ഈ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച ദിവാൻ ആരാണ്? വേലുത്തമ്പി ദളവയാണ്. എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് വേലുത്തമ്പി ദളവ. അപ്പൊ നമുക്ക് വേലുത്തമ്പി ദളവയെ പറ്റി ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ഈ കുണ്ടറ വിളംബരം നടത്തുന്ന സമയത്ത് നമ്മുടെ തിരുവിതാംകൂറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, ഇത്രയും ഒന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി മലബാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അധീനതയിലായി എന്ന്. 1895 ആയപ്പോഴേക്കും, എപ്പോഴാണ്? 1795 ആയപ്പോഴേക്കും ഈ പറയുന്ന നമ്മുടെ തിരുവിതാംകൂറും ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ചു കഴിഞ്ഞു. അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിലായി കഴിഞ്ഞു. 1795 ആയപ്പോഴേക്കും തിരുവിതാംകൂറും. നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരികളെ പറ്റി നോക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ തന്നെ, അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അനന്തരവനായ കാർത്തിക തിരുനാൾ ഭരണത്തിൽ കയറുന്നു. ഇദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷമാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ഭരണത്തിലെത്തുന്നത്. ഈ പറയുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനാണ് വേലുത്തമ്പി ദളവ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് കുണ്ടറ വിളംബരവും നടത്തുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ 1-2 പോയിന്റ്സും കൂടി അറിയണം. പറഞ്ഞു 1795 ഈ പറയുന്ന തിരുവിതാംകൂർ ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ചു എന്ന്. 1800 ആയപ്പോഴേക്കും അവരെന്ത് ചെയ്തു? കോളൻ മെക്കാളയെ നമ്മുടെ കേരളത്തിലേക്ക് അയച്ചു. അതായത് തിരുവിതാംകൂറിന്റെ ഭരണകാര്യങ്ങൾ നോക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്നും വന്ന ഒരാളാണ് കോളിൻ മെക്കാള എന്ന് പറയുന്നത്. കോളിൻ മെക്കാള പറയുന്നതനുസരിച്ചാണ് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു രീതിയിലാണ് ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കേരളത്തിലേക്ക് വിടുന്നത്. അത് ആരുടെ കാലത്താണ്? ഈ പറയുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അധികാരത്തിൽ കയറുന്നത്, അതായത് ബ്രിട്ടീഷ് ആധിപത്യം തിരുവിതാംകൂർ അംഗീകരിച്ചതിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 97 അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അധികാരത്തിൽ വരുന്നത്. 1800 ആയപ്പോഴേക്കും ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ തിരുവിതാംകൂറിലേക്ക് അയക്കുകയും ചെയ്യുന്നു, കോളിൻ മെക്കാളയെ. 1897 തിരുനാൾ ബാലരാമവർമ്മ അധികാരത്തിൽ കയറുകയും ചെയ്തു.
തിരുവിതാംകൂറിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള എല്ലാ ഭരണാധികാരികളെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അശക്തനും അപ്രാപ്യനുമായ ഒരു ഭരണാധികാരിയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറയുന്നത് വെറുമൊരു രാജാവിന്റെ പൊസിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തിരുന്നത് പ്രധാനമായും ജയന്തൻ നമ്പൂതിരി, അതുപോലെ തന്നെ മാത്തൂ തരകൻ, ശങ്കര നാരായണൻ ചെട്ടി, ഇത്രയും പേരായിരുന്നു ഭരണകാര്യങ്ങൾ മെയിനായിട്ട് നോക്കിയിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യം നമ്മുടെ തിരുവിതാംകൂറിൽ എത്തിയതോടുകൂടി അവര് പറയുന്ന രീതിക്ക് ഈ പറയുന്ന നികുതി പിരിക്കേണ്ടി വന്നിരുന്നു. ഈ നികുതി പിരിക്കാനും അതുപോലെ തന്നെ ജനങ്ങളെ എന്ത് വില കൊടുത്തും ആ നികുതി അടയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുകയായിരുന്നു ഈ ജയന്തൻ നമ്പൂതിരിയുടെയും മാത്തൂ തരകൻ, ശങ്കരനാരായണൻ ചെട്ടി, ഈ പറഞ്ഞവരൊക്കെ ഒരു നികുതി പിരിക്കൽ ഉദ്യോഗസ്ഥ വൃന്ദമായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി വേലുത്തമ്പി ദളവ എങ്ങനെയാണ് ദിവാനായതെന്ന് നോക്കാം. ആക്ച്വലി വേലുത്തമ്പി ദളവ വെറുമൊരു നികുതി പിരിവ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദേശമായ തലക്കുളം, അന്ന് തലക്കുളം തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. ബട്ട് തലക്കുളം ഇന്ന് കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദേശമായ തലക്കുളത്തെ ഒരു സാധാരണ നികുതി പിരിവ് ഉദ്യോഗസ്ഥനായിരുന്നു വേലുത്തമ്പി ദളവ. അപ്പം ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളെ നിർബന്ധിത നികുതിയിലേക്ക് തള്ളിവിടുകയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ജയന്തൻ നമ്പൂതിരിയും മാത്തൂ തരകനും ശങ്കരനാരായണൻ ചെട്ടിയുമൊക്കെ. ഈ പറഞ്ഞവര് വേലുത്തമ്പി ദളവയോടും പറഞ്ഞു ഇദ്ദേഹത്തിന്റെ നികുതി പിരിക്കുന്ന സ്ഥലമായ തലക്കുളത്ത് ഇത്ര നികുതി പിരിച്ചു തരണമെന്ന്. പക്ഷെ വേലുത്തമ്പി ദളവ അതിന് തയ്യാറായില്ല. അദ്ദേഹം എന്ത് ചെയ്തു? എനിക്കൊരു 3 ദിവസത്തെ കാലാവധി വേണം, ആ 3 ദിവസത്തിനുള്ളിൽ ഞാൻ നികുതി പിരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്ന് ജനങ്ങളെയൊക്കെ കൂട്ടി ഒരു പ്രക്ഷോഭത്തിന് തയ്യാറായി വന്നപ്പോഴേക്കും ഇവർക്ക് കാര്യം മനസ്സിലായി. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയ്ക്കും അതുപോലെ തന്നെ ജയന്തൻ നമ്പൂതിരി, മാത്തൂ തരകൻ, ഇവർക്കൊക്കെ കാര്യം മനസ്സിലായി. ഈ പറയുന്ന വേലുത്തമ്പി ദളവ ഇപ്പൊ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്തു ചെയ്തു എന്നറിയാവോ? മുളകു മടിശീലക്കാരൻ എന്ന പോസ്റ്റ് ഈ പറയുന്ന വേലുത്തമ്പി ദളവയ്ക്ക് കൊടുത്തു. വെറും ഒരു നികുതി പിരിവ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് മുളകു മടിശീലക്കാരൻ എന്ന് പറയുന്നത്, ഈ പഴയ മുളകു മടിശീലക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ളൊരു പോസ്റ്റാണ് മുളകു മടിശീലക്കാരൻ എന്ന് പറയുന്നത്. അതായത് ഒരു നികുതി പിരിവ് ഉദ്യോഗസ്ഥന് മന്ത്രിസ്ഥാനം കൊടുത്തു. അതോടുകൂടി വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു? അധികാരങ്ങളൊക്കെ വന്നു. ഈ വേലുത്തമ്പി ദളവയ്ക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചതോടുകൂടി ഈ പറയുന്ന മാത്തൂ തരകനെയും ശങ്കരനാരായണൻ ചെട്ടീനെയൊക്കെ പുറത്താക്കി. വേലുത്തമ്പി ദളവ അത്യാവശ്യം നികുതി പിരിവിന്റെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരികയും ബ്രിട്ടീഷുകാരെ എതിർക്കാനും തുടങ്ങി. അപ്പൊ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു 1797 അവിട്ടം തിരുനാൾ അധികാരത്തിൽ കയറിയതെന്ന്. 1800 ആയപ്പോൾ കോളിൻ മെക്കാള വരികയും ചെയ്തു. ഈ കോളിൻ മെക്കാളയും ഈ പറയുന്ന നമ്മുടെ വേലുത്തമ്പി ദളവയുണ്ടല്ലോ ദിവാൻ, ഇദ്ദേഹവും തമ്മില് അത്യാവശ്യം നല്ല ദോസ്തിലായിരുന്നു. വേലുത്തമ്പി ദളവ മുളകു മടിശീലക്കാരൻ എന്ന മന്ത്രി പോസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇവർ തമ്മിൽ നല്ല രീതിയിൽ സൗഹൃദവും മുന്നോട്ട് പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന മാത്തൂ തരകനെയൊക്കെ വേലുത്തമ്പി ദളവ പുറത്താക്കുന്നു. ഈ സമയമായപ്പോൾ കോളിൻ മെക്കാള പറഞ്ഞു ഈ ബ്രിട്ടീഷുകാർക്ക് വലിയൊരു നികുതി ചുങ്കം നിങ്ങൾ തരാനുണ്ട്, അത് എത്രയും പെട്ടെന്ന് നൽകണമെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദം ഓൾറെഡി ആദ്യം പറഞ്ഞ് ജയന്തൻ നമ്പൂതിരി, മാത്തൂ തരകൻ, ശങ്കരനാരായണൻ ചെട്ടി ഈ പറഞ്ഞവരെയൊന്നും പുറത്താക്കാൻ പറ്റില്ലെന്നും അവരെ ഫേവർ ചെയ്ത് നിൽക്കാനും കോളിൻ മെക്കാള ട്രൈ ചെയ്യുന്നു. ഈ ടൈമിൽ അതിനെ ശക്തമായി എതിർക്കുകയാണ് വേലുത്തമ്പി ദളവ ചെയ്യുന്നത്. അങ്ങനെ അവര് തമ്മിൽ തെറ്റുകയാണ്. അന്നത്തെ കോളിൻ മെക്കാളയും വേലുത്തമ്പി ദളവയും തമ്മിൽ തെറ്റുന്നു. അതോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുകയാണ് വേലുത്തമ്പി ദളവ ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ 1805 ആയപ്പോഴേക്കും തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുമായി മറ്റൊരു കരാറിലും കൂടി ഒപ്പിട്ടു. അതായത് നികുതി പിരിവിനും വ്യവസായങ്ങൾക്കും എല്ലാമുള്ള കൂടുതൽ അധികാരങ്ങൾ ബ്രിട്ടീഷുകാർക്ക് നൽകുന്ന കരാറിൽ കൂടി ഒപ്പുവെക്കുന്നു. അതോടുകൂടി വേലുത്തമ്പി ദളവയും ബ്രിട്ടീഷുകാരും തമ്മിൽ നന്നായി പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. അങ്ങനെ
ബ്രിട്ടീഷുകാർക്ക് എതിരെ 1809 ജനുവരി മാസം 11 കുണ്ടറ വിളംബരം നടത്തുന്നു. അതായത് ബ്രിട്ടീഷുകാർക്ക് എതിരെ പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. 1809 ജനുവരി മാസം 11 കുണ്ടറ വിളംബരം നടത്തുന്നു. അതാണ് ഇന്ന് ചരിത്രരേഖകളിൽ കാണപ്പെടുന്ന വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ ഈ സ്റ്റോറിയിലെ പോയിന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വേലായുധൻ ചെമ്പകരാമൻ എന്നാണ്. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിന്റെ ദിവാനായ വർഷം 1802 1802 ദിവാൻ എന്ന പൊസിഷനിലേക്ക് വരുന്നത്. വേലുത്തമ്പി ദളവയുടെ ജന്മദേശം തലക്കുളം, കന്യാകുമാരി ജില്ലയിലെ തലക്കുളത്താണ് ജനിച്ചത്. ജയന്തൻ നമ്പൂതിരി, മാത്തു തരകൻ, ശങ്കരനാരായണൻ ചെട്ടി അവരൊക്കെ ആരായിരുന്നു? വേലുത്തമ്പി ദളവയ്ക്ക് മുമ്പ് ഈ പറയുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ നികുതി പിരിവ് ഉദ്യോഗസ്ഥ വൃന്ദമായിരുന്നു. അതിനെയാണ് വേലുത്തമ്പി ദളവ പിരിച്ചുവിട്ടത്. വേലുത്തമ്പി ദളവയ്ക്ക് മുളകുമടിശീലക്കാരൻ എന്ന പോസ്റ്റ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ നൽകുകയും പിൽക്കാലത്ത് അത് ദിവാനായി മാറുകയും ചെയ്യുന്നു. കോളിൻ മെക്കാളയുടെ കാര്യവും നമ്മൾ പറഞ്ഞതാണ്. 1800 ബ്രിട്ടീഷ് റെപ്രസെന്റേറ്റീവായി തിരുവിതാംകൂറിലെത്തിയ വ്യക്തിയാണ് കോളിൻ മെക്കാള. 1805 ബ്രിട്ടീഷുകാര് അടുത്ത ഒരു ഉടമ്പടി തിരുവിതാംകൂറുമായി ഒപ്പുവെക്കുന്നു. കൂടുതൽ അധികാരങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരത്തിന് ശേഷം 1809 മാർച്ച് 29 പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. അത് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞതാണ്. ബ്രിട്ടീഷുകാര് അദ്ദേഹത്തിനെ എന്തായാലും വധിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, വേലുത്തമ്പി ദളവയുടെ സ്മാരകം, അതായത് ആത്മഹത്യ ചെയ്ത് മണ്ണടിയിൽ വെച്ചിട്ടാണല്ലോ, അതുകൊണ്ട് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിൽ തന്നെയാണ്. ഇനി വേലുത്തമ്പി ദളവയുടെ ഉടവാള്, അദ്ദേഹം ആ ഉടവാള് വെച്ചിട്ട് ആത്മഹത്യ ചെയ്തെന്നാണല്ലോ പറയുന്നത്. ആ ഉടവാള് നേപ്പിയർ മ്യൂസിയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളത്. നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. വേലുത്തമ്പി ദളവയുടെ ലോഹ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പില്. എവിടെയാണ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത്? സെക്രട്ടേറിയറ്റിന് മുമ്പില്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമുണ്ട്. സെക്രട്ടേറിയറ്റ് വളപ്പില് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി ദളവയുടെ പ്രതിമയും, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിനെ ഫേസ് ചെയ്ത് പുറത്ത് സ്ഥിതി ചെയ്യുന്നത് ആരുടെ പ്രതിമയാണെന്ന്? അത് മാധവ റാവുവിന്റെ പ്രതിമയാണ്. അത് മാറിപ്പോവരുത്. അത് മാധവ റാവുവിന്റെ പ്രതിമയാണ്. ഫേസ് ചെയ്ത് നിൽക്കുന്നത് മാധവ റാവുവും ഉള്ളിൽ നിൽക്കുന്നത് ആരാണ്? വേലുത്തമ്പി ദളവയുമാണ്. ഓക്കെ. ഇനി വേലുത്തമ്പിയുടെ ഭൗതിക ശരീരം ബ്രിട്ടീഷുകാർ കഴുമരത്തിൽ കെട്ടിത്തൂക്കി. അതെവിടെയാണ്? കണ്ണമ്മൂല. കണ്ണമ്മൂലയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മുടെ നവോത്ഥാന നായകനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലമാണ് കണ്ണമ്മൂല. അപ്പം ഈ പറയുന്ന കണ്ണമ്മൂലയിലാണ് ബ്രിട്ടീഷുകാർ, ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത് മണ്ണടിയിൽ വെച്ച്, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ്? കണ്ണമ്മൂലയിലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണെന്നുള്ളത്. കണ്ണമ്മൂലയിലാണ്. ഇനി ഈ പറയുന്ന വേലുത്തമ്പി ദളവ കുറച്ച് ഭരണ നേട്ടങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ഭരണ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചത് ആരാണെന്ന്? വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവ അത് സ്ഥാപിച്ചത് എവിടെയാണ്? കൊല്ലത്താണ് അദ്ദേഹം സ്ഥാപിച്ചത്. അടുത്തത്, വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി. ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഭയങ്കരമായിട്ട് നികുതിയൊക്കെ ചുമത്തിയില്ലേ? ആ നികുതിയൊക്കെ അടയ്ക്കണമെങ്കിൽ കൃഷി വികസിപ്പിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി. അതുപോലെ ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ചു. ഈ വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് കുണ്ടറ വിളംബരത്തിന്റെ പ്രധാന പോയിന്റുകൾ നോക്കാം. കുണ്ടറ വിളംബരത്തെ പറ്റി നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും അതിന്റെ പോയിന്റ്സ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. നടന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കുണ്ടറ വിളംബരം നടത്തിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുണ്ടറ സെറാമിക്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ വേലുത്തമ്പി ദളവ നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. കുണ്ടറ
വിളംബരം പുറപ്പെടുവിച്ച വർഷം 1809 ജനുവരി 11. അത് വേണമെങ്കിൽ നമുക്കൊരു കോഡ് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യും. ജനുവരി 11, 2 ഒന്നല്ലേ. ഒരു വിളംബരമൊക്കെ നടത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? ചെണ്ട കൊട്ടുമല്ലേ ചെയ്യുന്നത്. ചെണ്ട കൊട്ടുമ്പോൾ 2 കോലല്ലേ വരുന്നത്. അത് 1 പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ആ 2 1 കൂടി ചേർത്ത് വെച്ചാൽ എന്താണ്? 11 ആയില്ലേ. 1809 ജനുവരി 11 തീയതിയാണ് വിളംബരം പുറപ്പെടുവിച്ചത്. കുണ്ട്ര വിളംബരം നടന്ന സ്ഥലം കുണ്ടറ, കൊല്ലം. നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു അത്. പിന്നെ ആ ക്ഷേത്രം, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. കുണ്ടറ വിളംബരം നടത്തിയ ക്ഷേത്രം ഏതാണ്? ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ട്ര വിളംബരം പ്രഖ്യാപിക്കുമ്പോൾ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കാളോയുമായിട്ട് തെറ്റുകയാണല്ലോ ചെയ്തത്. അതിനുശേഷമാണല്ലോ ഈ പറയുന്ന വിളംബരമൊക്കെ വരുന്നത്. അപ്പം കുണ്ട്ര വിളംബരം പ്രഖ്യാപിക്കുമ്പോഴുള്ള ബ്രിട്ടീഷ് റെസിഡന്റ് ആരാന്ന് വെച്ചാൽ അത് കേണൽ മെക്കാളോയാണ്. അതുപോലെ തന്നെ കുണ്ട്ര വിളംബരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഒരുപാട് വട്ടം പറഞ്ഞു കഴിഞ്ഞു കുണ്ട്ര വിളംബരം നടത്തിയത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്ന ഈ പറയുന്ന നമ്മുടെ വേലുതമ്പി ദളവയാണ് കുണ്ട്ര വിളംബരം നടത്തിയെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് കുണ്ട്ര വിളംബരത്തെ പറ്റിയും ഈ പറയുന്ന വേലുതമ്പി ദളവയെ പറ്റിയും ഇരിക്കേണ്ടത്. ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം ഇനിയൊന്ന് നോക്കാം. വേലുതമ്പി ദളവയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചമ്പകരാമൻ. അദ്ദേഹം ജനിച്ചത് തലക്കുളം. ഈ സ്റ്റാർ ഇപ്പൊ നമ്മൾ റിവിഷൻ ടൈമിൽ സ്റ്റാർ ഇടുന്ന പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കാം. അതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ എന്തായിരുന്നു പറഞ്ഞു? വേലുതമ്പി ദളവയുടെ ജന്മദേശം കന്യാകുമാരി ജില്ലയിലെ തലക്കുളത്താണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുളകുമടിശീലക്കാരൻ ആദ്യമായി തിരുവിതാംകൂറിൽ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ തിരുവിതാംകൂർ ദിവാനായിരുന്ന വേലുതമ്പി ദളവയ്ക്കാണ് ലഭിച്ചത്. മുളകുമടിശീലക്കാരൻ എന്നതായിരുന്നു ഇന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററാണ്. മുളകുമടിശീലക്കാരൻ എന്ന പോസ്റ്റ് ലഭിച്ച ദിവാൻ ആരാണ്? അത് വേറെ ആരുമല്ല, നമ്മുടെ വേലുതമ്പി ദളവ തന്നെയാണ്. അതുപോലെ തന്നെ വേലുതമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം വെരി വെരി ഇമ്പോർട്ടന്റ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മണ്ണടിയിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. അദ്ദേഹത്തിന്റെ ഉടവാൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? നേപ്പിയർ മ്യൂസിയത്തിലാണുള്ളത്. നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരത്താണുള്ളത്. വേലുതമ്പി ദളവയുടെ ലോഹ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ വേലുതമ്പി ദളവയും പുറത്ത് മാധവറാവുവുമാണുള്ളത്. ഇനി വേലുതമ്പി ദളവയുടെ ഭൗതിക ശരീരം കണ്ണമ്മൂലയിലാണ് ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണെന്നുള്ളത് അത് വേലുതമ്പി ദളവയാണ്. വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ കൃഷിയോഗ്യമാക്കി. ഇനി കുണ്ട്ര വിളംബരം നടന്ന ജില്ല ഏതാണ്? അത് കൊല്ലം ജില്ലയിലാണ് കുണ്ട്ര വിളംബരം നടന്നത്. കുണ്ട്ര വിളംബരം നടന്ന ഡേറ്റ് 1809 ജനുവരി 11. ക്ഷേത്രം ഇളമ്പള്ളൂർ ക്ഷേത്രം. അതുപോലെ തന്നെ കുണ്ട്ര വിളംബരം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? കേണൽ കാളം. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ ബൈ, സി യു.